നിങ്ങൾക്ക് ഒരു മാധ്യമങ്ങൾക്കും കിട്ടാത്ത വാർത്ത വിഴിഞ്ഞത്ത് വരും. ഞാനിപ്പോഴാണ് കാണുന്നത്, ഇന്നലെയാണ് കാണുന്നത്. വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. അപ്പം ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുത്തതിന് ശേഷമല്ല, അതിനു മുൻപ് അവിടെ MD ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഉണ്ടായിരുന്നു, പോർട്ടും മന്ത്രി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു MSC ആയിട്ടുള്ള. എന്നിട്ടത് ഞങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കാൻ നോക്കുക. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? 5-ാം തീയതി MSC വരും. കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശന്റെ വാക്കുകളാണ്. വാർത്താ സമ്മേളനത്തിലാണ് പറയുന്നത് എന്നോർക്കണം. ദേശാഭിമാനിയിൽ മാത്രമേ ഈ വാർത്ത വന്നുള്ളൂ. ഓഹരി കൈമാറ്റത്തെ സംബന്ധിച്ച് വിഴിഞ്ഞം പോർട്ടിന്റെ വാർത്ത വന്നുള്ളൂ എന്നാണ് VD സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത്. പച്ചക്കള്ളം വിളിച്ചു പറയുന്നു. ഒന്നുകിൽ ബോധപൂർവം പറയുന്നു തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ അറിയാത്തത് കൊണ്ട് പറയുന്നു. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നു. അങ്ങനെയൊന്നും പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ആളല്ല VD സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അദ്ദേഹം ബോധപൂർവം കള്ളം വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം പയറ്റി തെളിഞ്ഞ ഒരു വിധിയാണിത്. അത് വീണ്ടും മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും പയറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയല്ലല്ലോ മുഖ്യമന്ത്രിയുടെ കസേര. അത് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് VD സതീശൻ തയ്യാറാകുന്നില്ല? ഇനിയിപ്പോൾ നമുക്ക് വസ്തുത നോക്കാം. വാർത്ത അതിനു മുമ്പ് തന്നെ കേരളത്തിലെ പല മാധ്യമങ്ങളിലും വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം മാതൃഭൂമിയാണ്. 2026 ജൂൺ 3 മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന വാർത്തയുണ്ട്. 2026 ജൂൺ 3 ഡേറ്റ് പ്രത്യേകം ഓർക്കണം. ദേശാഭിമാനിയുടെ വാർത്ത വന്നത് എപ്പോഴാണ്? 2026 ജൂൺ 5 മാത്രമാണ്. അതിനു മുമ്പ് തന്നെ മാതൃഭൂമിയിൽ വാർത്ത വന്നിരുന്നു. എന്താണ് തലക്കെട്ട്? അദാനി കമ്പനിയിൽ MSCക്ക് ഓഹരി പങ്കാളിത്തം പരിഗണനയിൽ. വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് വന്ന വാർത്തയാണ്. ആദ്യ പാരഗ്രാഫ് പറയുന്നു, ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷനെ വിഴിഞ്ഞം തുറമുഖ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കാൻ അദാനി ഗ്രൂപ്പ് തുറമുഖ നടത്തിപ്പിൽ MSCക്ക് ഓഹരി പങ്കാളിത്തം നൽകിയിട്ടുള്ള സഹകരണമാണ് അദാനി സ്പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ആപ്സസ് ലക്ഷ്യമിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിശദമായ വാർത്ത വന്നിട്ടുണ്ട്. അതിലും എത്ര ശതമാനം ഓഹരിയാണ് നൽകുന്നത് എന്ന് പറയുന്നു. തുറമുഖ മൂല്യത്തിന്റെ 49% ഓഹരികൾ MSCക്ക് കൈമാറിയേക്കും എന്നും മാതൃഭൂമി പറയുന്നു. 2026 ജൂൺ 3. 2026 ജൂൺ 5 ഇത് സംബന്ധിച്ച വാർത്ത ദേശാഭിമാനിയിൽ വരുന്നത്. അതിനു മുമ്പ് എന്ന് വെച്ചാൽ 2026 ജൂൺ 3 മുമ്പ് ജൂൺ 1 പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിൽ ഇത് സംബന്ധിച്ച് വാർത്ത വിശദമായി വന്നിരുന്നു. എക്കണോമിക് ടൈംസിന്റെ infra.com എന്ന വെബ്സൈറ്റിലാണ് വാർത്ത വന്നിരിക്കുന്നത്. P മനോജാണ് വാർത്ത എഴുതിയിരിക്കുന്നത്. കൃത്യമായും തലക്കെട്ട് കൊടുത്ത് വലിയ വാർത്തയായി വന്നിട്ടുണ്ട് ഓഹരി കൈമാറുന്നതുമായി ബന്ധപ്പെട്ട്. എന്ന് വെച്ചാൽ ദേശാഭിമാനിയിലല്ല ആദ്യം വാർത്ത വരുന്നത് എന്നർത്ഥം. P രാജീവ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. കാണാം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ ഈ പ്രസക്ത ഭാഗം. ജൂൺ 3 വന്ന മാതൃഭൂമി പത്രമാണ്. അപ്പോൾ ഈ മാതൃഭൂമി പത്രത്തിൽ അദാനി കമ്പനിയിൽ MSCക്ക് ഓഹരി പങ്കാളിത്തം പരിഗണനയിൽ, ഈ വാർത്ത ജൂൺ 3 മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട്. അതിന് മുൻപ് അതിൻ്റെയും സോഴ്സ് അപ്പോൾ ഗവൺമെൻറ് ആണോ അതിൻ്റെ സോഴ്സ്? അന്നത്തെ ഗവൺമെൻറ്. അതിന് മുൻപ് ജൂൺ 1 തന്നെ ET എക്കണോമിക് ടൈംസിൻ്റെ ഇൻഫ്രയിൽ ജൂൺ 1 തന്നെ ഈ വാർത്ത വളരെ വിശദമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ അടിസ്ഥാനരഹിതമായ കാര്യം കഴിഞ്ഞ ഗവൺമെൻറ് എന്തോ ചെയ്തു വെച്ചു, അത് ദേശാഭിമാനിയിൽ മാത്രം വന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും നിങ്ങളുടെ വെല്ലുവിളിക്കുന്നതൊക്കെ നിങ്ങൾ കാണുകയുണ്ടായല്ലോ, മറ്റാർക്കും കിട്ടിയില്ലല്ലോ. അപ്പോൾ നിങ്ങളാരും സ്വാഭാവികമായിട്ട് പെട്ടെന്ന് നോക്കുന്നത് ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ, ഞങ്ങൾ അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ ഇതെല്ലാ പത്രങ്ങളിലും നേരത്തെ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആ രൂപത്തിൽ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്?